റിയൽ ഭാഗം 2. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ആസിയയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഇശാ നിസ്കാരവും ഖുർആൻ ഓതലിനും ശേഷം ഭക്ഷണവും കഴിഞ്ഞു ഉമ്മായോട് ജോലിസ്ഥലത്തെ വിശേഷങ്ങൾ പറയുകയായിരുന്നു ആസിയ. അപ്പോഴാണ് അവളുടെ റൂമിൽ നിന്നും ഫോണിൻ്റെ ബെല്ലടി ശബ്ദം കേട്ടത്. റൂബീനെയാണ് വിളിച്ചത്. ആസിയക്ക് അവളോട് തെല്ല് കലിപ്പുണ്ടായിരുന്നു. വേറെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നുവെങ്കിലും ലഞ്ച് ടൈമിൽ പോലും അവർ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. റൂബീന ആസിയയെ അന്വേഷിച്ച് ചെന്നതുമില്ല. അവൾക്കറിയാം ആസിയയുടെ സ്വഭാവം. തന്നെ കാണാൻ ആഷിക്ക വന്നത് ആസിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണില്ല. ആ ഒരു കാര്യത്തിൽ എന്തായാലും അവൾ തന്നോട് പിണങ്ങി നിൽക്കും. അതാകും അപ്പോൾ താൻ വിളിച്ചിട്ടും ആസി നിൽക്കാതെ പോയത്. ആസിയ ഫോൺ എടുത്തപ്പോഴേക്കും കോൾ നിന്നിരുന്നു. റൂബീനെ ഇപ്പോൾ തന്നെ വിളിച്ചത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ആസിക്ക് മനസ്സിലായി. ഈ ഒരു കാര്യത്തിൽ പിന്നീട് അതാണല്ലോ അവളുടെ ഒരു പതിവ്. ആസിയാക്ക് അതോർത്ത് ചിരി വന്നുവെങ്കിലും അവൾ പുറമേ കൃത്രിമ ഗൗരവം നടിച്ചുകൊണ്ട് റൂബീനായെ തിരികെ വിളിച്ചു. ഡി, വൈകിട്ട് നീ ഒന്നും മിണ്ടാതെ അപ്പോൾ തന്നെ അങ്ങ് പോന്നല്ലോ. റൂബീന പരിഭവിച്ചു. അതേ ഡി, എനിക്കപ്പോൾ തോന്നി ഇനി നിന്റെ കൂടെ വരുന്ന പ്രശ്നമില്ലാന്ന്. അപ്പോൾ നാളെയും നീ ബസ്സിലാണോ പോകുന്നേ? റൂബീനായുടെ ചോദ്യം കേട്ട് ആസിയ മറുതലക്കൽ അടക്കിയ ചിരിയോടെ നിന്നു. നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? റൂബി, ആസിയ കൂട്ടുകാരിയെ സ്നേഹത്തോടെ വിളിച്ചു. ഡാ, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് കരുതരുത്. റൂബി, നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്ത്? ഹാഷിം നിന്നെ കാണാൻ വരുന്നതും നീ കൂടെ സഹകരിക്കുന്നതുമെല്ലാം നമ്മുടെ പരിശുദ്ധ ദീനിൽ വലിയ വില കൊടുക്കേണ്ടി വരും. എൻ്റെ ഹാഷിക്കാടെ സ്നേഹത്തിനും ഒരുപാട് വിലയുണ്ടടി. റൂബീനയുടെ ആ ഉത്തരം ആസിയെ ചൊടിപ്പിച്ചു. ഓ അല്ലാ, ഇപ്പോൾ നീ ഇങ്ങനെ സംസാരിച്ചതിന് റബ്ബ് നിന്നോട് പൊറുക്കട്ടെ. മഹർ ചെയ്യാതെ ഹാഷിം എങ്ങനെ നിനക്ക് വിലയുള്ളവനും അവകാശപ്പെട്ടവനുമാകും? നിങ്ങളിപ്പോൾ ചെയ്യുന്നത് വലിയ കുറ്റമാണ്. ഈ സ്നേഹം ഹറാമാണ്. റബ്ബിൻ്റെ മുന്നിൽ അതിനൊട്ടും സ്വീകാര്യതയില്ല എന്ന് മാത്രമല്ല, പാപവുമാണ്. പടച്ചവൻ അനുവദിക്കാത്ത ഒന്നിൻ്റെ പുറകെ പോയി അതിന് വിന കൽപ്പിക്കുവാൻ നമ്മളാളല്ല. ശാന്തമെങ്കിലും കാര്യഗൗരവമായ രീതിയിൽ ആസിയ മറുപടി നൽകി. റൂബിയുടെ ഭാഗത്ത് നിശബ്ദതയായിരുന്നു. ആസിയ തുടർന്നു. കാലം മാറും, പ്രണയത്തിന് പുതിയ കാഴ്ചപ്പാട് വന്നേക്കാം. എങ്കിലും ചെയ്യുന്ന തെറ്റ് അതേപടി തന്നെയാണ്. അത് ഹറാമായ പ്രണയത്തിൽ മാത്രമല്ല, ഏതൊരു കുറ്റവും അങ്ങനെയാണ്. കാലം മുന്നോട്ട് ചെല്ലും തോറും ഓരോന്നിനും വില ഇടിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ശരിയും തെറ്റും എന്താണെന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ലോകാവസാനം വരെയും അങ്ങനെ തന്നെയാവും. ആസിയ പറഞ്ഞു നിർത്തി. നീ പറഞ്ഞു തീർന്നോ എല്ലാം? റൂബീന ഒരു ദീർഘനിശ്വാസത്തോടെ അവളോട് ചോദിച്ചു. തീർന്നു. എങ്കിൽ കേട്ടോളൂ. എന്തായാലും ഞാൻ ആഷിക്കയെ സ്നേഹിച്ചു പോയി. ഞങ്ങളുടെ കാര്യം ഞാൻ ഉടനെ വാപ്പിയോട് പറയും. ഞങ്ങളുടെ കല്യാണം നടത്തി ഞാൻ ആ പാപം തിരുത്തിക്കോളാം. ശരി, അപ്പോൾ നീ ഇനി പറയും പോലെ വീട്ടുകാർ അത് സമ്മതിച്ചില്ലെങ്കിലോ? നീ എന്തു ചെയ്യും? അവർ നിന്നോട് സമ്മതം ചോദിച്ചിട്ട് തന്നെയാണല്ലോ മറ്റൊരു കൂട്ടർക്ക് വാക്ക് കൊടുത്തത്. അവർ അറിയുന്നുണ്ടോ നീ ഇപ്പോഴും ഇങ്ങനെ ഒരാളുടെ കൂടെ കറങ്ങി നടക്കുന്നത്? ഇത് നിന്റെ വീട്ടിലിരിക്കുന്ന പാവം വാപ്പുമ്മയും ബാപ്പുപ്പയും അറിഞ്ഞാൽ എന്താകും സ്ഥിതി? പിന്നെ അത് വിദേശത്ത് നിൽക്കുന്ന വാപ്പയും ഉമ്മയും അറിയും. അവർക്ക് നിന്നോടുള്ള വിശ്വാസത്തെയും സ്നേഹത്തെയുമാണ് പിന്നീട് നീ ഇല്ലാതാക്കുന്നത്. അതവരെ തളർത്തും. പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ നീ പറഞ്ഞു വരുന്നത്? റൂബീന നിരാശയോട് ചോദിച്ചു. ഇതൊക്കെ നീ നേരത്തെ ചിന്തിക്കേണ്ട കാര്യമല്ലായിരുന്നോടാ? വീട്ടുകാർ മറ്റൊരു ബന്ധത്തിന് വാക്ക് കൊടുക്കാൻ പോയപ്പോഴെങ്കിലും ഉള്ള കാര്യം തുറന്നു പറയണമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവരോട് വാക്ക് പറഞ്ഞ് നിന്റെ വാപ്പായുടെ മാനം പോകേണ്ടി വരില്ലായിരുന്നേനെ. ഇത് ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. ഇനിയിപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു. ഇനി 2 കാര്യങ്ങളെ നിനക്ക് ചെയ്യാനുള്ളൂ. എന്ന് വെച്ചാ? റൂബി സംശയത്തോട് ചോദിച്ചു. അത് പറയും മുന്നേ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളാം. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നും നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇക്കാക്കാക്ക് ഹാഷിമിനെ അറിയാം. അത്ര നല്ല അഭിപ്രായമല്ല ഹാഷിമിനെക്കുറിച്ച് ഇക്കാക്കുള്ളത്. കൂടെ പിറന്നില്ലെങ്കിലും എൻ്റെ സ്ഥാനത്താണല്ലോ ഇക്കാക്ക നിന്നെ കാണുന്നത്. നിങ്ങളെ പല സ്ഥലത്ത് വെച്ചും ഇക്കാക്ക ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ അറിയിക്കട്ടെ എന്ന് അന്വേഷിക്കും ഇക്കാക്ക. നിനക്കത് കുഴപ്പമാകുമെന്നും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും പറഞ്ഞാണ് അപ്പോൾ ഇക്കാക്കയെ ഞാൻ തടയുന്നത്. നീ ഒന്നുകൂടി ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം, അതൊരു സത്യം കൂടിയാണ്. ഒരാളെ മനസ്സുകൊണ്ട് പ്രേമിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുകയെന്നത് ഒരു കണക്കിന് വിവാഹം ചെയ്യാൻ പോകുന്ന ആളിനോട് ചെയ്യുന്ന മനസ്സാക്ഷിക്കുത്താണ്. തെറ്റാണ്. ഇതൊക്കെ കൊണ്ടുമാണ് പരിശുദ്ധ ഇസ്ലാം മുന്നറിയിപ്പ് നൽകുന്നത്. ജീവിതത്തിൽ വിവാഹശേഷം വരുന്നയാളെ മാത്രമേ പ്രണയിക്കാവൂ എന്ന്. ഒന്നുകിൽ ഇനിയെങ്കിലും ഹാഷിയുമായുള്ള സഹകരണം ഒഴിവാക്കി ചെയ്തു പോയ പാപം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് നിന്റെ വാപ്പായോടും ഉറപ്പിച്ച ചെറുക്കനോടും കാര്യം തുറന്നു പറയണം. ബാക്കി അവർ തീരുമാനിക്കുന്ന പോലെ വരട്ടെ. ഉറപ്പിച്ച ചെറുക്കൻ നല്ല മനസ്സുള്ളവനെങ്കിൽ ആ വിവാഹം നടക്കും. ആ ആൾക്കത് പൊരുത്തപ്പെടാൻ കഴിഞ്ഞാൽ
അതാകും നിനക്ക് നല്ലത്. ഏതായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കണം, അതാണ് ശരി. ഒന്ന് അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ചെയ്തത് തെറ്റാണെങ്കിലും 5 വർഷം പ്രണയിച്ച ഒരാളെ ചവിട്ടിയെറിഞ്ഞ് പോകാനൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പ്രണയിക്കും മുന്നേ ചിന്തിക്കേണ്ടത് ചിന്തിക്കണമായിരുന്നു എന്ന്. ഇപ്പോൾ ആശിമിന് നിന്നോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, വിവാഹശേഷം നിന്നെ നന്നായി നോക്കും എന്നുറപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ ചെയ്യുന്ന ഈ ഹറാമായ തെറ്റിൽ നിന്നും ഒഴിവായി മാന്യമായി നിന്റെ ബാപ്പയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പെണ്ണ് ചോദിക്കാൻ ആശിമിനോട് പറയൂ. നീ ആദ്യം പറഞ്ഞ പോലെ ബാപ്പി ഉറപ്പിച്ച കല്യാണത്തിന് എങ്ങനെയായാലും ഞാൻ സമ്മതിക്കില്ല. പക്ഷേ നീ പറഞ്ഞതുപോലെ ബാപ്പിയോട് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാനിരിക്കുകയാണ്. ആഷിക്കയുടെ കാര്യം ബാപ്പി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഷിക്കായെ പ്രണയിക്കാൻ ഞാൻ തെറ്റും ശരിയും ഒന്നും നോക്കിയില്ല. ഞാൻ സ്നേഹിച്ചു പോയി. ഇനി മറക്കാനും പറ്റില്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ബാപ്പി സമ്മതിച്ചില്ലെങ്കിൽ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ? ആസി ഞെട്ടലോട് ചോദിച്ചു. എന്നുവെച്ചാൽ എന്തെന്ന് അത് നീ അറിയണ്ട. അത് വരുമ്പോലെ വരട്ടെ, അപ്പോൾ നീ അറിഞ്ഞാൽ മതി. ഞാൻ കാര്യം പറയാനുള്ളത് പറഞ്ഞു റുബീന. ഇനി എനിക്കൊന്നേ പറയാനുള്ളൂ. റബ്ബിനെ നിരക്കാത്ത കാര്യത്തിൽ നീ ഇനിയെങ്കിലും പെട്ടുപോകരുതേ എന്ന്. ഇതെൻ്റെ അപേക്ഷ കൂടിയാ. മതിയടി, എന്നെ ഇങ്ങനെ നിർത്തിപ്പൊരിച്ചു നിനക്ക് മതിയായില്ലേ പെണ്ണേ? റൂബി തമാശ രൂപേണ ആസിയോട് ചോദിച്ചു. ഞാൻ നിർത്തി പോരെ? എങ്കിലും ഒന്നുകൂടി. എനിക്കിനി അതിൽ സാക്ഷിയാവാൻ വയ്യ. ഞാൻ നിന്റെ കൂടെ വരുമ്പോൾ ആഷിം ഇനിയും നിന്നെ കാണും, കൂടെ അയാളും. അറിയാതെ പറഞ്ഞു പോയതവൾ പാതി വഴിയിൽ നിർത്തി. എന്തോ? റൂബി ഉറക്കെ എടുത്തു ചോദിച്ചു. ആ കൂടെ കയറി വന്ന അയാൾ ആരാ? അവൾ അർത്ഥം വെച്ച് ആസിയെ കളിയാക്കാൻ തുടങ്ങി. അതേടി, ആ വണ്ടിയിലിരുന്ന അലവലാതിയെക്കുറിച്ച് തന്നെ. ഓഹോ, അങ്ങനെ വരട്ടെ. അപ്പോൾ അതാണ് കാരണം നീ നിന്ന നിൽപ്പിൽ അവിടുന്ന് സ്കിപ്പായത്. നീ കൊള്ളാലോടി. പിന്നെ അത് അലവലാതിയൊന്നുമല്ല മോളെ, സഫറിക്കയാണ്. റുബീന പൊട്ടിച്ചിരിച്ചു. വലിയ ക്യാഷ് ടീമാണ് കേട്ടോ. സഫറിക്കയുടെ ബിസിനസ്സിൽ സഹായിയായിട്ടാ ആഷിക്കാക്ക് ജോലി. എപ്പോഴും കൂടെ കാണും. നമ്മുടെ ബ്യൂട്ടി നൈസിൽ അതിനെക്കുറിച്ചുള്ള ഡിമാൻഡിനാ വന്നതും. കക്ഷി നമ്മളെപ്പോലെ MBA ആണ് കേട്ടോ. നോക്കി നടത്തുന്നത് കൂടുതലും സ്വന്തം സ്ഥാപനങ്ങൾ തന്നെയാണ്. കൂടെ പാർട്ട്ണറായി ആഷിക്കയും. പിന്നെ ആഷിക്കയുടെ കൂട്ടുകാരനും അകന്ന ബന്ധുവുമാണ് നീ പറഞ്ഞ ആ അലവലാതി. റൂബീനെ പിന്നെയും അവളെ കളിയാക്കാൻ ഉദ്ദേശിച്ചു. നിർത്ത്. ആ ആൾ ആരോ ആകട്ടെ, എനിക്ക് അയാളുടെ ബയോഡാറ്റ ഒന്നും വേണ്ട. പിന്നെ പണമുള്ളത് അയാൾ തന്നെ വെച്ചോട്ടെ എന്ന് കരുതി എന്നെ ഇനി നോക്കാൻ വരണ്ട, ആസിയ കെറുവോടെ പറഞ്ഞു. എടി, കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരാകുമ്പോൾ പല ആണുങ്ങളും ശ്രദ്ധിച്ചെന്നിരിക്കും. അതൊക്കെ ആസ്വദിക്കണ്ടേ? റുബീന അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കളിയാക്കി. ദേ റൂബി, നീയൊന്ന് പോകുന്നുണ്ടോ? ആസി ശരിക്കും അവളോട് ദേഷ്യം ഭാവിച്ചു. അങ്ങനെ എനിക്കൊന്നും ആസ്വദിക്കേണ്ട. നാളെ നരകത്തിൻ്റെ ഗന്ധം ആസ്വദിക്കേണ്ടി വരും. എനിക്ക് സ്വന്തമായിട്ടുള്ളത് തെറ്റു ശരിയും തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് മാത്രമാണ്. പിന്നെ സൗന്ദര്യം അതെൻ്റെ സ്വന്തമല്ല. അത് റബ്ബിൻ്റെ കഴിവും അനുഗ്രഹവും ഒപ്പം പരീക്ഷണവും മാത്രമാണ്. അന്യപുരുഷന്മാർ കണ്ട് ആസ്വദിക്കാനുള്ളതല്ല. ഹോ, നിന്നെ സമ്മതിച്ചു ഞാൻ. എന്നാൽ നീയൊരു കാര്യം ചെയ്യടി. ഏതായാലും പർദ്ദ അല്ലേ വേഷം? ആ മുഖമക്കനെ കൂടി നാളെ മുതൽ ഇട്ട് നടന്നോളൂ. അപ്പോൾ ആ പ്രശ്നം കൂടി അങ്ങ് പരിഹരിക്കാമല്ലോ. റൂബീനാക്ക് ശരിക്കും അവളോട് ചുണ്ടി വന്നു. എന്തൊരു ബോറാടി നീ. അത് നീ പറഞ്ഞത് ശരിയാടി. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ സ്വയം അംഗീകരിച്ചല്ലോ അല്ലേ? പോടി, ഞാൻ പറഞ്ഞത് മുഖമക്കനെക്കുറിച്ചാ. എൻ്റെ പൊന്നോ, നമിച്ചു. ദാ ഞാൻ പോയി. ഓക്കെ, എങ്കിൽ സുന്ദരിക്കുട്ടി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. സലാം. അസ്സലാമു അലൈക്കും. അവൾ ഫോൺ വയ്ക്കും മുമ്പേ ആസിയ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. റൂബീന അത് കേട്ടില്ല. അപ്പോഴേക്കും അവൾ കട്ട് ചെയ്തിരുന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ആസിയ ഫോണിലേക്ക് നോക്കി ശിരസ് ചലിപ്പിച്ചു. ആസിയ ഉമ്മായോട് സലാം പറഞ്ഞിട്ട് ഉറങ്ങാനായിട്ടുള്ള സുന്നത്തുകളും ബിസ്മിയും ചൊല്ലി കിടക്കയിലേക്ക് വീണു. അധികം വൈകാതെ അവൾ നിദ്രയിലേക്ക് വീണുപോയി. അപ്പോൾ മറ്റൊരിടത്ത് ഉറങ്ങാനാകാതെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടരും.